78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് നമ്മുടെ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച് രാജ്യത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം രാജ്യം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 40 കോടി ജനങ്ങൾക്ക് അടിമത്തം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് പലതും നേടിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. दुर्भाग्य से हमारे देश में आजादी तो मिली, लेकिन लोगों को एक प्रकार से माई बाप कल्चर से गुजरना पड़ा। सरकार के पास मांगते रहो, सरकार के पास हाथ फैलाते रहो, किसी की सिफारिश के लिए रास्ते खोजते रहो, वही कल्चर डेवलप हुआ था. आज हमने गवर्नेंस के इस मॉडल को बदला है. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബാലു, 78ാമത് സ്വാതന്ത്ര്യദിനം എത്രത്തോളം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് രാജ്യതലസ്ഥാനം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് സാക്ഷ്യം വഹിച്ചത്? മാധു, പ്രൗഢഗംഭീരമായ ചടങ്ങുകളായിരുന്നു ഇന്ന് ചെങ്കോട്ടയിൽ നടന്നത്. രാവിലെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയമാണ് പ്രധാനമന്ത്രിയുടെ ഈ സ്വാതന്ത്ര്യ ദിന പ്രസംഗം നീണ്ടു നിന്നത്. തുടർച്ചയായി 11ാം തവണയാണ് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ രാജ്യത്ത് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് മതേതര സിവിൽ കോഡ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന സിവിൽ കോഡുകൾ വർഗീയമായ കാഴ്ചപ്പാടുള്ളവയാണെന്നും അത് സമൂഹത്തിൽ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏക സിവിൽ കോഡ് എന്ന നിർദ്ദേശം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ മതേതര സിവിൽ കോഡ് എന്ന ലക്ഷ്യം അല്ലെങ്കിൽ മതേതര സിവിൽ കോഡ് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു ആവശ്യമായി മാറിയിരിക്കുക ആണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നടത്തിയ മറ്റൊരു പരാമർശവും വളരെ ശ്രദ്ധേയമായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ ആയ ശിക്ഷ വൈകരുതെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങി നൽകുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശ് സംഭവങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ബംഗ്ലാദേശിലെ സ്ഥിതി ആശങ്കപ്പെടുത്തുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. 2047 ഇന്ത്യ വികസിത ഭാരതമാകുമെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണ് എന്നും എന്നാൽ 2047 തന്നെ ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. സമീപകാലത്ത് തന്നെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. ചെങ്കോട്ടയ്ക്ക് പുറമെ ഡൽഹിയിലെ മറ്റു പല സ്ഥലങ്ങളിലും, അതായത് വിവിധ സർക്കാർ ഓഫീസുകൾ, അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവിടെങ്ങളിലൊക്കെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ അല്ലെങ്കിൽ വിവിധ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മാധു, എത്രത്തോളം വലിയ സുരക്ഷാ താരങ്ങളടക്കം പങ്കെടുക്കുന്ന ചടങ്ങാണ് പ്രധാനമന്ത്രി? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അണിനിരക്കുന്ന ചടങ്ങ്. എത്രത്തോളം വലിയ സുരക്ഷ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക്? മാധു, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ആകമാനം 78ാം സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ ചില മേഖലകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചെങ്കോട്ടയിലും മറ്റും കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഈ അതിഥികൾ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിട്ടിരുന്നത്. ഇന്നത്തെ ഈ ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 6000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്നതാണ്. കേരളത്തിൽ നിന്ന് 30 പേർ എത്തിയിരുന്നു. ഇത് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, അതുപോലെ തന്നെ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ, യുവാക്കൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള 6000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഈ ഒളിമ്പിക്സിൽ
പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഈ ചടങ്ങിൻ്റെ മാറ്റുകൂട്ടുന്നതിനായി പ്രധാനമന്ത്രിയുടെ പ്രസംഗവും മറ്റും കേൾക്കുന്നതിനായി ഈ ചെങ്കോട്ടയിൽ എത്തിയിരുന്നു. ഇവരെ എല്ലാം കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരുന്നു ഇന്ന് ഈ ചെങ്കോട്ട പരിസരത്തേക്ക് തന്നെ കടത്തിവിട്ടിരുന്നത്. സാധാരണ ഈ റിപ്പബ്ലിക് ദിനത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിനുമൊക്കെ ഡൽഹിയിൽ സുരക്ഷകൾ ഏർപ്പെടുത്താറുണ്ട് എങ്കിലും ഇത്തവണ അതീവ സുരക്ഷ ആണ്, അല്ലെങ്കിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധു. ശരി, ബി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി 1 മണിക്കൂർ നേരം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. 2047 നമ്മൾ ഒരു വികസിത രാജ്യമായി മാറുമെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ 3ാമത് വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ വെച്ചു പുലർത്തി. 40 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എന്തും സാധ്യമാകും എന്ന വലിയ ആഹ്വാനം കൂടി അദ്ദേഹം ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നടത്തി.